ബോളിവുഡിന്റെ കുംഭമേളയിലേക്ക് നിരവധി സിനിമാ താരങ്ങളാണ് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി എത്തിയത്. ഇപ്പോൾ അവസാന ദിനവും രചന നാരായണൻകുട്ടി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു കുംഭമേള, ഇവിടുത്തെ ഒരു അന്തരീക്ഷം? ചിലത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സുകൊണ്ട് അനുഭവിച്ചറിയുന്ന ചില കാര്യങ്ങൾ, ആനന്ദം, പരമാനന്ദം, സച്ചിത് ആനന്ദം എന്നൊക്കെ പറയില്ലേ, ഒരു നമ്മളിലേക്ക് തന്നെ ഒന്നുറ്റു നോക്കുന്ന നിമിഷം. നമ്മൾക്ക് വളരെ കുറവാണ് അങ്ങനത്തെ നിമിഷങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ. ഒട്ടുമിക്ക പേർക്കും ഇങ്ങനത്തെ ഒരു റിച്വൽ ഉണ്ടാവുമ്പോൾ, അതിൻ്റെ ഭാഗമാവുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായി മാറുകയാണ് നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും. മുമ്പുണ്ടായിരുന്നത് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മുടെ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഞാൻ സനാതനധർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് ഇന്നത്തെ ഈ ഒരു ജനത്തിൻ്റെ ഈ ഒരു കൂട്ടായ്മ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒപ്പം ഈ എളിയവളും അതിൻ്റെ ഒരു ഭാഗമായി ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു അവബോധം, ഒരു കോൺഷ്യസ്നെസ് നമുക്കെല്ലാവർക്കും, ഒരു അവെയർനെസ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുകയാണ്. അത് ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ടു ബി ഒരു എന്താ പറയുക, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. 5000-ഓ 10,000-ഓ ഭക്തരെ പ്രതീക്ഷിച്ചിടത്ത് 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ഭക്തരാണ് ഓരോ ദിവസവും എത്തുന്നത്. നാളെ സമാപിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഈ ഒരു സനാതന ധർമ്മം കേരളത്തിൽ അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണോ, അതോ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഉയർത്തെഴുന്നേൽപ്പ് എന്നതിനെക്കാട്ടിലും നമുക്കറിയാം ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളത് ചെയ്തു പോകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ എവിടെയൊക്കെയോ നമ്മളൊക്കെ പേടിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ പേടി ഇപ്പോൾ നല്ലോണം മാറിയിട്ടുണ്ട് എല്ലാവർക്കും. ഇതൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോവും എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു 4 ലക്ഷം പേരൊക്കെ ഇവിടെ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു സൂചനയാണ് അത്. അതുകൊണ്ട് ഇനി ആർക്കും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഒരു എന്താ പറയുക, ഈ ഒരു സംസ്കാരം തുടർന്നു കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് സംഘാടകർ ഇത് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലൊരു രഥയാത്ര. അപ്പം ആ സംഘാടനത്തെക്കുറിച്ച് എന്താണ്? ഉറപ്പായിട്ടും കേരളത്തിലെ എന്താ പറയുക, സാംസ്കാരിക നേതാക്കൾ, ഒപ്പം തന്നെ ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, മഹാമണ്ഡലേശ്വർജി അടക്കമുള്ള ശ്രീനാഥ് കാര്യാട്ജി, അദ്ദേഹം മോഹൻജി, അവരുടെയൊക്കെ സഹകരണം, അതുപോലെ ഒരുപാട് പേര് അവരുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും വലിയ ഒരു തുണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അനുഗ്രഹം, ഇവിടെ ഒരു ഒമ്നിപൊട്ടൻസ് ഉണ്ടല്ലോ, ഒരു ഒമ്നി പ്രസൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഇതെല്ലാം. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നടക്കാനുള്ളത് എന്തായാലും നടന്നിരിക്കും. അത് പ്രകൃതി നിയമമാണ്. അത് ആര് തടഞ്ഞാലും, എന്ത് തടഞ്ഞാലും, എങ്ങനെയൊക്കെ തടഞ്ഞാലും. അപ്പോൾ അതിന് വളരെ കരുത്തായിട്ട് നിന്ന, അതിൽ ഭയപ്പെടാതെ നിന്ന, അല്ലെങ്കിൽ നമ്മളെയൊക്കെ നയിച്ച ഈ ആധ്യാത്മിക നേതാക്കൾക്ക്, ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന പ്രമുഖർക്ക് പ്രണാമം. വളരെ നന്ദി. അതുതന്നെയാണ്. ഏതായാലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടക്കാൻ രീതിയിൽ, ഒപ്പം ഒന്നിനെയും ഭയപ്പെടേണ്ട എന്നുള്ള തിരിച്ചറിവിലേക്ക് ഹൈന്ദവ സമൂഹം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രചന നാരായണൻകുട്ടി വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.